ഭാസ്കരവിൻ്റെ ലൈഫ് വളരെ സിമ്പിളും നമ്മുടെ കൂടെ സർവ്വസാധാരണ പോലെ നടക്കുന്നു. 1948-ലും 1975-ലൊക്കെ കേരള വ്യാപകമായിട്ട് നിരോധന കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ സമയത്ത് മുഴുവൻ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തിൻ്റെ മുഴുവൻ ചുമതല ഭാസ്കരനെ കൊണ്ട് സർവ്വസാധാരണക്കാരെ പോലെ സഞ്ചരിച്ച് എല്ലാവരുടെ മനസ്സിൽ ഏത് സ്വയംസേവൻ്റെ വീട്ടിലും അവർ വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാസ്കരവിൻ്റെ സ്നേഹം അത് അവർക്ക് ജീവിതത്തിൽ എന്നും മനസ്സിലായി. കത്തുകളിൽ കൂടിയിട്ട് ഒരാഴ്ച 2-3 കത്തുകളും കിട്ടും. മുൻകൂട്ടി കണ്ടറിഞ്ഞ് പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ആലപ്പുഴ പ്രചാരക്കാണ്. ആ സമയത്ത് പൂന്തൻ നമ്മുടെ താലൂക്കിൻ്റെ പ്രചാരക്കാണ്. ഞങ്ങൾ ഒരുവരും കൂടി വന്ന സമയത്ത് ശബരിമലയിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. നേരത്തെ പ്ലാൻ ചെയ്തു. ഇതെങ്ങനെയോ ഭാസ്കര പറഞ്ഞു. ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ഭാസ്കര കറക്റ്റായിട്ട് അവിടെ എത്തി. ഭാസ്കര വരുന്ന നമുക്ക് പോകാൻ നിവൃത്തിയില്ല. പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ മാന്യ ഭാസ്കര പറഞ്ഞു, അങ്ങനെ പ്രചാരകന്മാർ അവരുടെ ഇഷ്ടം അനുസരിച്ച് പോകരുത്. സംഘത്തിൻ്റെ അധികാരികളൊക്കെ സംസാരിച്ചിട്ട് ഒരു വ്യവസ്ഥയുണ്ട് എന്നൊക്കെ വളരെ സൗമ്യമായിട്ട് നമ്മളെ പോകാതിരിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് എങ്ങനെയോ മനസ്സിലാക്കിയിട്ട് കൃത്യസമയത്ത് ആദ്യം എത്തി. ഈ തരത്തിലുള്ള കറക്ഷനും അവരുടെ മനസ്സിലും കാര്യങ്ങളും വേദന ഉണ്ടാക്കാതെ ദിശ കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്.